നീന്തൽ പഠിക്കാനും വേണ്ടി പള്ളിക്കുളത്തേക്ക് പോവണേ. അപ്പോൾ അതിനും വേണ്ടി ജാക്കറ്റൊക്കെ വാങ്ങിക്കണു. മോള് ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. മോള് വേഗം റോട്ടുമ്പിലൊക്കെ എത്തിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാനുള്ള ഒരുക്കത്തിലാണ് മൂന്നാളും കൂടി. അപ്പോൾ ഞങ്ങളിങ്ങനെ റോട്ടുമ്പിലൊക്കെ എത്തി. ഏകദേശം പള്ളിക്കുളത്തിൻ്റെ അങ്ങോട്ടൊക്കെ എത്താനായിക്കണു. മോള് കൈ പിടിച്ചിക്കാണ്ടാണ് നടക്കണേ. അപ്പോൾ ഇതാണ് ഞങ്ങളെ പള്ളിക്കുളം. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇപ്പം മഴ ഒരു 5-6 ദിവസമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വെള്ളം കയറിയിരിക്കണം. നല്ല ക്ലിയർ വെള്ളമാണ്. അപ്പോൾ മോന് ചാട്ടൽ മുന്ന് ചാടാൻ ഭയങ്കര പേടിയാണ്. അവസാനം ഞാനെന്താ കാട്ടി, ഞാനണ്ട് ആ തലക്ക് പോയി കണ്ടാണ്ട് കൊണ്ട് നിലത്ത് വെള്ളത്തിൽ കണ്ടിട്ടു. അവനെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് പേടിയായിട്ട്. ആ വക്കത്ത് വരെ പോയിട്ട് ഓനക്ക് ഇങ്ങനെ ഒരു എന്താണ് പറയുക, ചാടാൻ ഭയങ്കര പേടി. ഞാനാണ്ട് വെള്ളത്തിക്കാൻ തള്ളിയിട്ടപ്പോൾ പ്രശ്നമില്ല, ആ പ്രശ്നമാണ് തീർന്നു. ഞാനത് തള്ളിട്ടു. ഇങ്ങനെ തൊഴഞ്ഞ് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, റെഡിയാവുമെന്ന് വിചാരിക്കണു. തപ്പി തൊഴുന്നുണ്ട്. കുറേശ്ശെ ഇങ്ങനെ ഫസ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊരു പേടിയുണ്ട്. മോള് നോക്കിക്കുന്നുണ്ട്. മോള് ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. എന്തൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുട്ടികൾ കമ്മിയായതുകൊണ്ട് ആ ഒരു സമയം നോക്കി വന്നതാണ്. അപ്പോൾ കുറച്ചാണ് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കുറേ ഏറെയായി. നമ്മളെന്താ കാട്ടി, പിന്നെ പോവാച്ചിട്ട് നമ്മൾ വീണ്ടും പെട്ടെന്ന് കയറി. വെള്ളത്തിൽ ഇറങ്ങി നോക്കിയപ്പോൾ കയറാൻ തോന്നുന്നില്ല. ഒറ്റക്ക് ചാടാൻ വേണ്ടി ഇപ്പോൾ അങ്ങോട്ട് പോവാണേ. ചാടാനിങ്ങനെ ധൈര്യം തോന്നണില്ല. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാ നീന്തലോ ഉച്ചക്കൊക്കെ നീന്തൽ തുടങ്ങി. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പള്ളിക്കുളത്തേക്ക് പോയാൽ നീന്തൽ പഠിക്കും. വലിയ വലിയ ചെക്കന്മാരൊക്കെ ഇപ്പോൾ നീന്താൻ വന്ന് വലിയ കുറേ ചെക്കന്മാരായി. ഇപ്പോൾ ഞങ്ങളൊക്കെ പെട്ടെന്ന് കയറി പോരാ. വലിയ വലിയ അടിയിൽ കുട്ടികളിട്ട് പോകുന്നത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി പോരാൻ നിൽക്കണേ. അപ്പുറം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു ചെറുക്കനൊക്കെ ഏകദേശം ഒരു 10-12 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ. അവനൊക്കെ ഇപ്പോൾ നീന്തം പഠിച്ച് ഉസാറായി. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ച കുട്ടികളാണ് ഈ നീന്തം പഠിക്കുന്നൊക്കെ. നീന്തൻ്റെ ഒക്കെ ഇവിടുന്ന് ഈ കുളത്തുനിന്ന് പഠിച്ച. കുപ്പിച്ചിക്കണേ